പത്തനംതിട്ടയിൽ ജലസംഭരണികളുടെ കാലപ്പഴക്കം മൂലം കുടിവെള്ള വിതരണം പ്രതിസന്ധിയിൽ. ചെന്നീർക്കര ഗ്രാമപഞ്ചായത്തിലെ ശുദ്ധജല പദ്ധതിയുടെ ജലസംഭരണി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. ജലസംഭരണിയിൽ അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തണമെന്നാണ് ആവശ്യം. മെഴുവേലി ചെന്നീർക്കര പഞ്ചായത്ത് ശുദ്ധജല പദ്ധതിയുടെ പന്നിക്കുഴിമുക്കിലെ ജലസംഭരണിയുടെ അവസ്ഥയാണിത്. മുകൾ വശത്ത് കോൺക്രീറ്റ് ഇളകി കമ്പി തെളിഞ്ഞ നിലയിലാണ്. തൂണുകളുടെ പല ഭാഗവും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു. 1981 നിർമ്മിച്ച ജലസംഭരണിയാണിത്. ജലസംഭരണിയുടെ ശോച്യാവസ്ഥ മൂലം പൂർണ്ണ അളവിൽ ജലം സംഭരിക്കാൻ കഴിയില്ല. ജലസംഭരണികളുടെ ശോച്യാവസ്ഥ മൂലം മെഴുവേലി ചെന്നീർക്കര പഞ്ചായത്തുകളിൽ ആവശ്യത്തിന് ജലം ലഭിക്കുന്നില്ലെന്ന് ചെന്നീർക്കര മുൻ പഞ്ചായത്ത് അംഗം കെ ശശി പറഞ്ഞു. ആവശ്യത്തിന് കുടിവെള്ളം കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. വല്ലപ്പോഴും ഒക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുടിവെള്ള ക്ഷാമം അനുഭവപ്പെടുന്നത് നമ്മുടെ ഈ പെക്കാന മേഖലയിലാണ്. പെക്കാന മേഖല എന്ന് പറയുമ്പോൾ കാളികെട്ട്, നെല്ലിക്കുന്ന് മുരിപ്പ്, മുണ്ടഴി മുരിപ്പ്, നാഗവര, വാഴപ്പള്ളിക്കുഴി, ആലുംപാറ, മുട്ടുകൊടുക്ക, മലങ്കാവ്, യമ്മിണിക്കാവ് തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ കുടിവെള്ള ക്ഷാമമുണ്ട്. വർഷത്തിൽ കുറച്ച് നാളുകൾ സാധാരണ വെള്ളം കിട്ടും, പിന്നീട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പമ്പ് ഹൗസുകളിൽ മോട്ടോറുകൾ പ്രവർത്തിക്കാത്തതും ജലവിതരണത്തിന് തടസ്സമാകുന്നു. നവംബർ ഡിസംബർ മാസങ്ങളിൽ കിണറുകളിലെ ജലലഭ്യത കുറഞ്ഞു തുടങ്ങുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. 40 വർഷത്തോളം പഴക്കമുള്ള ജലസംഭരണിക്ക് പകരം പുതിയത് നിർമ്മിക്കണമെന്ന ആവശ്യമാണ് ഉയർന്നിട്ടുള്ളത്. റിപ്പോർട്ടർ, പത്തനംതിട്ട.